അപ്പോൾ നമ്മുടെ കരിമീനൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടാ. ഇതുണ്ടായോ ഇത് കരിഞ്ഞു പോയിട്ടാ. കരിഞ്ഞു പോയാലും പച്ചക്കരിമീനായതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇതുണ്ടാവും, നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. അപ്പോൾ ആദ്യം അമ്മച്ചിക്ക് തന്നെ ഒരു കഷ്ണം ശരിക്ക് കഴിച്ചിട്ട് എങ്ങനെയാണ് കരിഞ്ഞതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ. കരിമീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോണേണ്ട ഇതണ്ട, എണ്ണ കിടന്ന് തിളക്കണേണ്. ഫ്രൈ ചെയ്യാൻ ഇതിലേക്ക് ഇടാം. തിളക്കലുണ്ടാ. മുരിയട്ടെ അമ്മച്ച അപ്പുറത്ത് നിന്ന്. അമ്മച്ച എത്രയിലുണ്ട് അമ്മച്ച കരിമീൻ? ഭയങ്കര വലുതാണല്ല. അമ്മച്ചിനെക്കാട്ടും വലുതാണല്ല. എന്നാലും ഒരു 3/4 കിലോ ഉണ്ടാവും. ഇത് ആര് പിടിച്ചതാ അമ്മച്ചി? ഞാൻ നോക്കി പറഞ്ഞേ. ഇതും കൂടി നമുക്ക് ഫ്രൈ ചെയ്താലാ? അമ്മച്ചി പ്രത്യേക മസാല ഉണ്ടാ. മസാല വീട്ടിൽ കാണിച്ചു കൊടുത്താലാ? ശരിക്കും വെളുക്കണോണ്ട് അമ്മച്ചി. അത് ഞാൻ വിളിപ്പിച്ചു തരാം, അറിയോ. ഇപ്പം എല്ലാവരും പുതിയ പരിപാടി എന്ന് പറഞ്ഞാൽ കരിമീൻ ചെത്തി എടുക്കും കേട്ടോ. നമുക്ക് ചെത്ത അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ചെതമ്പൽ കളഞ്ഞെടുക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയ സാധനം ഉണ്ടാ. ഇതുകൊണ്ട് നമുക്ക് ചെതമ്പൽ മാത്രമേ ഉള്ളൂ. കല്ലുപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി വെളുപ്പിച്ചെടുക്കാൻ പറ്റും. കല്ലുപ്പോ ചാരോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെളുപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതെങ്ങനെ വെളുപ്പിച്ചെടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ വെളുത്തതിന് ശേഷം കാണിക്കാം. അത്യാവശ്യമൊക്കെ കൊടുക്കും. പണ്ടേ കരിമീൻ്റെ ചെതമ്പൽ പോലും കളയാതെ പൊള്ളിച്ചടിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഇപ്പോൾ നമ്മുടെ കരിമീനൊക്കെ വരഞ്ഞിട്ടുണ്ട്. ഇനി മസാലയാക്കാം. ദശകട്ടിയുള്ള മീൻ അല്ലെങ്കിൽ കരിമീൻ നമ്മൾ മസാല വരട്ടി കഴിയുമ്പോൾ അത് ഉള്ളിലേക്ക് നല്ലപോലെ ചൂണ്ടാണ് വരലാണ്ട് അരപ്പ് ഉള്ളിലേക്ക് കയറ്റണം. ഒന്നുകൂടി നല്ല അമർത്തി കയറ്റണം. അതിന് ശേഷം നമ്മൾ ഒന്നുകൂടി അമർത്തി കൈകൊണ്ട് അമർത്തിയതിന് ശേഷം ഫ്രീസറിലേക്ക് വെക്കുക. നമ്മുടെ കരിമീനൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടാ. ഇതുണ്ടായോ ഇത് കരിഞ്ഞു പോയിട്ടാ. കരിഞ്ഞു പോയാലും പച്ചക്കരിമീനായതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇതുണ്ടാവും, നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. അപ്പോൾ ആദ്യം അമ്മച്ചിക്ക് തന്നെ ഒരു കഷ്ണം ശരിക്ക് കഴിച്ചിട്ട് എങ്ങനെയാണ് കരിഞ്ഞതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ? കരിഞ്ഞതിൻ്റെ ടേസ്റ്റ് ഇല്ല, അടിപൊളിയാണോ? നല്ല നന്നായിരിക്കണം. ആദ്യം വറുത്തത് എൻ്റെ മസാല ഇടുന്നത്. ഇപ്പോൾ രണ്ടാമത് വറുക്കാൻ വേണം അമ്മച്ചിയുടെ മസാല. അപ്പോൾ ഞാനിട്ടത് കരിഞ്ഞു പോയി. ഇതല്ല, ഞാനൊന്ന് കഴിച്ചു കൊടുത്തിട്ടാ. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും നല്ല ഫിഷാണ് കരിമീൻ. കരിമീൻ കഴിക്കാൻ വേണ്ടിയാണ് വിദേശികളൊക്കെ ഇവിടെ വരുന്നത്. കരിമീൻ ആണ് എപ്പോഴും ഓർഡർ ചെയ്യുള്ളൂ അല്ലേ? ലാസ്റ്റ് വരുമ്പോൾ ചൊവ്വയുണ്ട്. ചൊവ്വയുണ്ടല്ലേ? ചൊവ്വാഴ്ച ചെയ്തുകൊണ്ടാ കഴിച്ചോ. അടിപൊളി. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.